ഫ്രണ്ട്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് BSFിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ദെൻ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി, ഇതിലേക്കുള്ള സെലക്ഷൻ, ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കി നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ 3 നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കാണിക്കാം. നോട്ടിഫിക്കേഷൻ നമ്പർ 1 ഇതാണ് അടയാളപ്പെടുത്തുന്നത്. 2 നിങ്ങൾക്കിവിടെ കാണാം, നോട്ടിഫിക്കേഷൻ നമ്പർ 2. ദെൻ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്പർ ജസ്റ്റ് ഓക്കെ, മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്പറാണിത് 3. ഓക്കെ, ഇങ്ങനെ 3 നോട്ടിഫിക്കേഷൻ നമ്പർ ഇവിടെ കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നമ്പർ ഇടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റിനാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് സി ആണ്. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് സി പോസ്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ വിളിച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ വർക്ക്സും അതുപോലെ ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. അതിൽ വർക്ക്സിലേക്ക് ടോട്ടൽ 13 വേക്കൻസിയും ദെൻ നമുക്ക് ഇലക്ട്രിക്കലിൽ 9 വേക്കൻസിയാണ്. ദെൻ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഈ അസിസ്റ്റൻറ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക്, അതുപോലെ അസിസ്റ്റൻറ്റ് റേഡിയോ മെക്കാനിക് തുടങ്ങിയുള്ള വേക്കൻസിയാണ്. മൂന്നാമത് നമുക്ക് ഹെഡ് കോൺസ്റ്റബിളും കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർഡർ ആയിട്ട് ഓരോന്ന് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദെൻ മൂന്നാമത്തെ അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സബ് ഇൻസ്പെക്ടറിൽ നമുക്ക് വേക്കൻസി ഞാൻ പറഞ്ഞു, റിസർവ് വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കാണാം. ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ 30,400 മുതൽ 1,12,400 വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനിൽ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് നമുക്ക് ഈ പറയുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 15 ആണ്. ഈ ഏപ്രിൽ 15 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സബ് ഇൻസ്പെക്ടർ വർക്ക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 3 ഇയർ ഡിപ്ലോമ, സിവിൽ എഞ്ചിനീയറിംഗിലുള്ള 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഇതിനടുത്തത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും. യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. പക്ഷേ നമുക്ക് നിശ്ചിതമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണമെന്നുള്ളതാണ്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് ആണെങ്കിൽ 76, മെയിൽ കാൻഡിഡേറ്റ്സ് നോർമൽ കണ്ടീഷനിൽ. ദെൻ എക്സ്പാൻഡഡ് ആണെങ്കിൽ 81 സെൻറ്റിമീറ്റർ വേണം. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് ബാധകമല്ല. പിന്നെ വെയിറ്റ് നമുക്ക് ഏജിനും ഹൈറ്റിനൊക്കെ അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്ന ഐസൈറ്റ് ആണ് പ്രധാനമായിട്ടും. അപ്പോൾ ഐസൈറ്റ് നമുക്ക് ഈ പറയുന്ന എന്താണ് കണ്ണട ഇല്ലാതെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ 6/6ഉം 6/9ഉം വരണം. ഒരു കണ്ണ് നമുക്ക് 6/6 മറ്റേ 6/9 വരണം മിനിമം. ഓക്കെ, പിന്നെ വരുന്നത് ഈ പറയുന്ന എന്താണ് നിയർ വിഷൻ ആണെങ്കിൽ N6ഉം അതുപോലെ N9ഉം ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് 3 ഘട്ടമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ വരുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. ഈ റിട്ടൺ എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ 2 പേപ്പർ വരുന്നുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. എക്സാം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇമെയിൽ വഴി SMS വഴിയൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇമെയിലൊക്കെ ആക്റ്റീവ് ആയുള്ള ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ പേപ്പർ 1ൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ 2 ഉണ്ടായിരിക്കും. പേപ്പർ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. 1.5 മണിക്കൂർ ടൈം ഡ്യൂറേഷനാണ്. പേപ്പർ 1ൽ പാർട്ട് A, പാർട്ട് B, പാർട്ട് C വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് അതിൻ്റെ സ്കീം കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. 3 സിവിൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും അത് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഇത് അവിടെ തന്നെ കൊടുത്ത് നിങ്ങൾ എവിടെയും പോകണ്ട. ജസ്റ്റ് ഇത് അവിടെ ഇതൊക്കെ സിലബസ് ആണ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫേസ് 1ൽ വരുന്നത് പിന്നെ നിങ്ങൾക്ക് പേപ്പർ സെക്കൻഡ് പേപ്പറാണ് വരുന്നത്. പേപ്പർ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണോ. സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് essay വർക്ക് ആണെങ്കിൽ സിവിൽ റിലേറ്റഡ് ആയുള്ള എന്താണ് ജനറൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ 100 മാർക്ക് ഉണ്ടായിരിക്കുക. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് 10 ക്വസ്റ്റ്യൻ 100 മാർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. സിവിലുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ സെക്കൻഡ് ഫേസിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറഞ്ഞാൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കുകയാണ്. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ ഓടണം 7 മിനിറ്റ് കൊണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 800 മീറ്റർ 5 മിനിറ്റ് കൊണ്ട് ഓടിയാൽ മതി. പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും ഉണ്ടായിരിക്കും. നിശ്ചിത ക്രൈറ്റീരിയ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഇത് സെലക്ഷൻ. ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ മാർച്ച് 17 മുതൽ നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 15. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ കാണിക്കാം. പിന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്. 200 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നാണ് യാതൊരു ഫീസും കൊടുക്കേണ്ട. SC/STക്കും ഫീ കൊടുക്കേണ്ട. ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാനും.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ തമ്പ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക, അതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതായത് കാസ്റ്റ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന സെയിം ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ സെൻട്രലിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണം. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയാണ്. ദെൻ ഇതിൽ റോട്ടറി വിങ്ങും ഫിക്സ്ഡ് വിങ്ങും ഉണ്ട്. ഇതിൽ മെക്കാനിക്കൽ എയർ ഫ്രെയിം ആൻഡ് എഞ്ചിൻ ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ജനറൽ ഇതിൽ ST ആണ് കേട്ടോ, STക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ ഏവിയോണിക്സ് നിങ്ങൾക്ക് കൂടെ കാണാം. ഇലക്ട്രിക്കൽ അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്, റേഡിയോ, റഡാറൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസി ജനറൽ, ST1 SC1 ഇങ്ങനെ ഉണ്ട്. OBCക്ക് വേക്കൻസിയിലേക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. 5 വേക്കൻസി ടോട്ടൽ. പിന്നെ നിങ്ങൾക്ക് ഫിക്സ്ഡ് വിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ മെക്കാനിക്കലിൽ ഒരു വേക്കൻസി, അത് STക്കാണ്. പിന്നെ ഏവിയോണിക്സിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി, അതും STക്കാണ് കേട്ടോ വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് റേഡിയോ മെക്കാനിക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്. ഇതിൽ നിങ്ങൾക്ക് റോട്ടറി വിങ്, ഏവിയോണിക്സ്, റേഡിയോ, റഡാറിൽ 2 വേക്കൻസി, 2 ജനറലാണ്. ആർക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഫിക്സ്ഡ് വിങ്ങിൽ ഏവിയോണിക്സിൽ 1 വേക്കൻസി, ജനറലാണ്. ആർക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഏവിയോണിക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസി ജനറൽ ഉണ്ട്. ആർക്കുണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു 3 വേക്കൻസി OBC ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് കോൺസ്റ്റബിൾ സ്റ്റോർമാൻ ആണ്. ഇതിൽ 2 വേക്കൻസി ജനറലാണ്, 1 വേക്കൻസി നമുക്ക് SCക്ക് ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 3 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം ഈ നോട്ടിഫിക്കേഷനിൽ 22 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആദ്യം ഏജ് ലിമിറ്റ് പറയാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് ആണെങ്കിൽ 28, ദെൻ റേഡിയോ മെക്കാനിക് ആണെങ്കിലും 28 ആണ് കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ SC റിസർവ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 20-25 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് മെക്കാനിക്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ ദ റെലവൻറ്റ് ട്രേഡാണ് പറയുന്നത്. ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് എയർക്രാഫ്റ്റ് മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് റെലവൻറ്റ് ട്രേഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇഷ്യൂ ചെയ്ത ഗ്രൂപ്പ് 10 ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് റേഡിയോ മെക്കാനിക് ആണെങ്കിൽ ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗുള്ള 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ എയർഫോഴ്സ് ഇഷ്യൂ ചെയ്ത റേഡിയോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ അടുത്ത് വരുന്ന കോൺസ്റ്റബിൾ സ്റ്റോർമാൻ ആണ്. ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറയുന്ന സ്റ്റോറിലോ അല്ലെങ്കിൽ വെയർ ഹൗസിലൊക്കെ ഉള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണമെന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മതി. അതിലേക്ക് നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന മേഖലയിൽ വെയർ ഹൗസിലോ അല്ലെങ്കിൽ സ്റ്റോർ ഹൗസിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഒക്കെ വർക്ക് ചെയ്യാനുള്ള നോളജും ഉണ്ടായിരിക്കണം എന്നുള്ള അത്രേ ഉള്ളൂ. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മെയിൽ ആണെങ്കിൽ 165 സെൻറ്റിമീറ്റർ കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ കിട്ടും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 165, ഫീമെയിൽ ആണെങ്കിൽ 180, ചെസ്റ്റ് മെയിലിൽ 76, നോർമലിൽ 80 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് കണ്ടീഷനിൽ എന്നുള്ളതാണ് കേട്ടോ. ചെസ്റ്റ് ആണെങ്കിൽ മെയിലിന് 70 to 80 വരുന്നത്. ഫീമെയിൽ അത് ബാധകമല്ല. പിന്നെ കോൺസ്റ്റബിൾ സ്റ്റോർമാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 165 മെയിൽ, ഫീമെയിൽ 180, ദെൻ ചെസ്റ്റ് ആണെങ്കിൽ നോർമലിൽ 80, എക്സ്പാൻഡഡിൽ 85 സെൻറ്റിമീറ്ററും വേണം. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് ഐസൈറ്റ് പറയുന്ന 6/6 6/9 ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിലേക്ക് നമുക്ക് ഒരൊറ്റ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക ഫേസ് 1. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 2 എക്സാമിനേഷൻ ഉണ്ടാവില്ല, ഒരു പേപ്പർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അത് കഴിഞ്ഞ് ടെക്നിക്കൽ സബ്ജക്റ്റുകളായിരിക്കും കേട്ടോ. ഇവർ 25 ക്വസ്റ്റിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സിലബസ് ഒക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ സെക്കൻഡ് ഫേസിൽ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ഒക്കെ ഇവിടെ ഞാൻ വായിക്കുന്നില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അസിസ്റ്റൻറ്റ് എയർക്രാഫ്റ്റ് മെക്കാനിക് ആണെങ്കിലും റേഡിയോ മെക്കാനിക് ആണെങ്കിലും നിങ്ങൾക്കിവിടെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് 1 മൈൽ ഓടിയെത്തണം കേട്ടോ. ഫീമെയിൽ ആണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡിങ്, ബ്രോഡ് ജമ്പ്, ക്ലിയർ ഡിച്ച്, ജമ്പ് ആൻഡ് റീച്ച് എന്ന് പറയുന്ന വിവിധ ഇവൻറ്റുകളുണ്ട്. അതിലൊക്കെ നിശ്ചിതമുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ ഓടാനുണ്ടായിരിക്കും 24 മിനിറ്റ് കൊണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് ഓടിയെത്തും. 8 മിനിറ്റും 30 സെക്കൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതും ഗ്രൂപ്പ് C ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ, പ്ലംബർ, കാർപ്പൻറ്റർ, ദെൻ കോൺസ്റ്റബിൾ, ജനറേറ്റർ ഓപ്പറേറ്റർ, അതുപോലെ ജനറേറ്റർ മെക്കാനിക് ഉണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ലൈൻമാൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം വേക്കൻസികളൊക്കെ ലിമിറ്റഡ് വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി നോക്കാം. SC/ST അങ്ങനെ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് 18 to 25 ആണ് കേട്ടോ. മിനിമം ഏജ് 18, മാക്സിമം 25 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് പ്ലംബറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലംബറിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലംബറുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് HC പ്ലംബറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അതായത് നമുക്ക് 10ാം ക്ലാസ്സും പ്ലസ് IT ആണ്.
പ്ലംബറിലുള്ള ഇനി ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 10ാം ക്ലാസ്സും പ്ലംബറിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കാർപ്പൻറ്ററിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കാർപ്പൻറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ITI ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സും 3 വർഷത്തെ കാർപ്പൻറ്ററിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസും കൂടെ വരുന്നുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സും അതായത് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ഒരു വയർമാൻ ഒരു ഡീസൽ ഒരു മോട്ടോർ മെക്കാനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ITIയും അതോടൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി ജനറേറ്റർ മെക്കാനിക് ആണെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കുമായി ബന്ധപ്പെട്ടുള്ള ITIയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന 3 ഇയർ എക്സ്പീരിയൻസും വേണം. ഇനി കോൺസ്റ്റബിൾ ലൈൻമാൻ ആണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ വയർമാൻ ആണെങ്കിൽ ലൈൻമാനുള്ള ITIയും അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൽ 165 ഫീമെയിൽ 157 ചെസ്റ്റ് മെയിൽ 76 സെൻറ്റിമീറ്റർ നോർമൽ 81 എക്സ്പാൻഡഡ് കണ്ടീഷനിൽ വേണം. പിന്നെ നിങ്ങൾക്ക് ഫീമെയിലിന് അത് ബാധകമല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഇപ്പോൾ മുകളിൽ പറഞ്ഞ നമ്മളെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കാര്യമാണ് കേട്ടോ. പ്ലംബർ ആൻഡ് കാർപ്പൻറ്റർ ആണ് ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അടുത്ത നമ്മൾ കോൺസ്റ്റബിളിൻ്റെതാണ് ഇവിടെ പറയുന്നത്. കോൺസ്റ്റബിളിൻ്റെ നിങ്ങൾക്കൂടെ 165 സെൻറ്റിമീറ്റർ മെയിൽ കോൺസ്റ്റബിളിൽ തന്നെ ജനറേറ്റർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ജനറേറ്റർ മെക്കാനിക്ക് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ മെയിലിന് 165 ഫീമെയിലിന് 157 ആണ്. ദെൻ മെയിലിൽ ചെസ്റ്റ് നോർമൽ 76 എക്സ്പാൻഡഡിൽ 81. പിന്നെ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2 സെൻറ്റിമീറ്ററൊക്കെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. 2-5 സെൻറ്റിമീറ്ററൊക്കെ റിലാക്സേഷൻ ഉണ്ട്. 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 160 മതി ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള എന്താണ് 6/6ഉം 6/9 ഉണ്ടായിരിക്കണം. ഡിസ്റ്റൻറ്റ് വിഷൻ ഇതൊക്കെ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ദെൻ ബെറ്റർ ഈ പറയുന്ന നിയർ വിഷൻ ആണെങ്കിൽ 9/6ഉം 9 ആയിരിക്കണം കേട്ടോ. സെലക്ഷൻ പ്രോസസ്സ് ഫേസ് 1 എന്താണ് റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഒരൊറ്റ പേപ്പർ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീം ഇവിടെ കൊണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ടെക്നിക്കൽ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ സിലബസ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ലോങ് ജമ്പ് ഉണ്ടായിരിക്കും, ഹൈ ജമ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതാക്കണം. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ലാസ്റ്റ് മെഡിക്കലി ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കും. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 17 മാർച്ച് മുതൽ നിങ്ങൾക്ക് 15 ഏപ്രിൽ വരെ അപ്ലൈ ചെയ്യാം. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC/ST ഒന്നും ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് PDF തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഹോം പേജിലാണ് കൂടെ വരിക. ഇവിടെ നിങ്ങൾക്ക് കറണ്ട് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ. ഇനി അതിൻ്റെ നേരെ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള പേജാണ് ഓപ്പൺ ആയി വരിക. ജസ്റ്റ് ലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, then ഇമെയിൽ ID കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റ് OTP കൊടുത്ത് വെരിഫൈ ഒക്കെ ചെയ്യണം. അതിനുശേഷം നമ്മൾ അഡ്രസ് ഡീറ്റെയിൽസും മറ്റു ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരുപാട് BSF നമ്മുടെ ചാനലിൽ കയറിയിട്ട് BSFൻ്റെ ഒന്ന് സെർച്ച് ചെയ്താൽ മുൻപ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ, കൂടുതൽ ആളുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളുടെ ചാനലിൽ വീഡിയോ കാണുന്നവരെ ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് അറിയാനും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്